ജനുവരി 26 ഇന്ത്യ അതിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് വെറും ഒരു സൈനിക പരേഡിലേക്കല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ്. നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബ്ലോക്കും ഒന്നിക്കുമ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കീഴിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ദശാബ്ദങ്ങളായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് യഥാർത്ഥമായത്? എന്തൊക്കെയാണ് ഈ കരാറിൽ നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ത്യയും യൂറോപ്പിനെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തുന്ന ആ രഹസ്യങ്ങൾ നമുക്ക് നോക്കാം. ഈ യാത്ര തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. 2007 മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് BTIA എന്ന പേരിൽ ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ കാർഷിക മേഖലയിലെ ആശങ്കകളും ഉയർന്ന നികുതി നിരക്കുകളും കാരണം ആ ചർച്ചകൾ വഴിമുട്ടി. വർഷങ്ങളോളം ഫയലുകൾ പൊടി പിടിച്ചു കിടന്നു. എന്നാൽ 2014 ശേഷം മോദി സർക്കാർ അധികാരമേറ്റതോടെ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. ഇന്ത്യ വെറും ഒരു വിപണിയല്ല, മറിച്ച് ലോകത്തിന്റെ ഫാക്ടറി ആവണമെന്ന ലക്ഷ്യത്തോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിച്ചു. 2021 വീണ്ടും ചർച്ചകൾ സജീവമായി. UAE, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി റെക്കോർഡ് വേഗത്തിൽ കരാറുകൾ ഒപ്പിട്ട ഇന്ത്യയുടെ ആത്മവിശ്വാസം ഈ യൂറോപ്യൻ കരാറിലും പ്രതിഫലിച്ചു. എന്തുകൊണ്ടാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇതിനെ ഇത്ര വലിയ വിശേഷണം നൽകി വിളിച്ചത്? കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇന്ത്യയുടെയും 27 യൂറോപ്യൻ രാജ്യങ്ങളുടെയും സംയുക്ത വിപണിയിൽ ഏകദേശം 200 കോടി ജനങ്ങളുണ്ട്. ലോക GDPയുടെ 25% ഈ രണ്ട് ശക്തികളും ചേർന്നാൽ പ്രതിനിധീകരിക്കും. നിലവിൽ 150 മുതൽ 200% വരെ നികുതിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഇളവുകളാണ് ലഭിക്കുന്നത്. ഈ കരാർ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ, പാദരക്ഷകൾ, തൂകൽ വ്യവസായം എന്നിവയ്ക്ക് യൂറോപ്പിലേക്ക് വലിയ രീതിയിൽ കയറ്റുമതി നടത്താം. ഇത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ സ്വീകാര്യതയും വിസ നടപടികളിൽ ഇളവും ലഭിക്കും. ഇന്ത്യയുടെ ജനറിക് മരുന്നുകൾക്ക് യൂറോപ്യൻ വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നതോടെ ഇന്ത്യ ലോകത്തിന്റെ മരുന്നുകട എന്ന സ്ഥാനം ഉറപ്പിക്കും. യൂറോപ്യൻ നിർമ്മിത കാറുകൾ, വൈനുകൾ, യന്ത്ര സാമഗ്രികൾ എന്നിവ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യയിൽ ലഭ്യമാക്കുക. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ആഗോള വ്യാപാരത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ നയങ്ങൾ കൂടുതൽ സംരക്ഷണവാദത്തിലേക്ക് മാറുമ്പോൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഒരു ബദൽ സാമ്പത്തിക ശക്തിയായി സ്വയം അടയാളപ്പെടുത്തുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലും അമേരിക്കയുമായി ബന്ധം നിലനിർത്തുന്നതിലും ഇന്ത്യ കാണിച്ച അതേ ബാലൻസിംഗ് തന്ത്രമാണ് ഇവിടെയും വിജയിക്കുന്നത്. ഒരേ സമയം സ്വന്തം കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചും എന്നാൽ ആഗോള ബിസിനസ് താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന മോദിയുടെ ഇന്ത്യ ഫസ്റ്റ് നയത്തിന്റെ ഉദാഹരണമാണിത്. 24 അധ്യായങ്ങളിൽ 20 എണ്ണവും ഇതിനോടകം പൂർത്തിയായത് ഇന്ത്യയുടെ ചർച്ചാ പാടവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കരാറിനെ എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് വിളിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. നികുതിയില്ലാത്ത വിപണി. നിലവിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വസ്ത്രങ്ങളോ തുണിത്തരങ്ങളോ കയറ്റി അയക്കണമെങ്കിൽ ഏകദേശം 10% നികുതി നൽകണം. എന്നാൽ ഈ കരാർ വരുന്നതോടെ ഈ നികുതി 0 അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ വിപണി കീഴടക്കും. മദ്യത്തിനും പ്രീമിയം കാറുകൾക്കും വില കുറയുകയാണ്. യൂറോപ്പിൽ നിന്നുള്ള വൈനുകൾക്കും സ്പിരിറ്റുകൾക്കും നിലവിൽ ഇന്ത്യയിൽ 150% മുതൽ 200% വരെയാണ് ഇറക്കുമതി നികുതി. കരാർ പ്രകാരം ഇത് പടിപടിയായി കുറയും. മെഴ്സിഡസ് ബെൻസ, BMW തുടങ്ങിയ ലക്ഷറി കാറുകൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കാനുള്ള വഴിയാണ് ഇതോടെ തെളിയാൻ പോകുന്നത്. IT പ്രൊഫഷണലുകളുടെ ലോട്ടറി. യൂറോപ്പിലെ 27 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ IT വിദഗ്ധർക്കും എഞ്ചിനീയർമാർക്കും കൂടുതൽ എളുപ്പത്തിൽ പോകാനും ജോലി ചെയ്യാനും സാധിക്കുന്ന തരത്തിൽ വിസ നിയമനങ്ങളിൽ വലിയ ഇളവുകൾ ഈ കരാർ ഉറപ്പു നൽകുകയാണ്. എങ്ങനെയാണ് മോദി സർക്കാർ ഇത് സാധിച്ചെടുത്തത്? അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിനിടയിൽ യൂറോപ്പിന് വിശ്വസിക്കാവുന്ന ഏറ്റവും വലിയ പങ്കാളി ഇന്ത്യയാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ നയതന്ത്രത്തിന് സാധിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച് യൂറോപ്പിന് പരാതികൾ ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക നേട്ടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല എന്ന അവസ്ഥ മോദി സൃഷ്ടിച്ചു. മറ്റൊരു കാര്യം വെല്ലുവിളികൾ ബാക്കിയുണ്ട് എന്നതാണ്.
യൂറോപ്പിന്റെ കാർബൺ ടാക്സ് ഇന്ത്യയുടെ സ്റ്റീൽ കയറ്റുമതിയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയെയും പാൽ ഉൽപാദനത്തെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കരാർ ഒപ്പിടുമെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. 24 അധ്യായങ്ങളിൽ 20 എണ്ണവും പൂർത്തിയായത് ഇന്ത്യയുടെ വലിയൊരു വിജയം തന്നെയാണ്. ഭാരതം ഇന്ന് വെറും ഒരു രാജ്യമല്ല, അതൊരു ആഗോള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. ചൈന കിതയ്ക്കുമ്പോഴും അമേരിക്കൻ വിപണികൾ തകിടം മറിയുമ്പോഴും ലോകത്തിന്റെ ഏക പ്രതീക്ഷയായി ഭാരതം ജ്വലിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരി ലോകത്തിനു മുന്നിൽ ഭാരതത്തെ അവതരിപ്പിച്ച രീതി സമാനതകളില്ലാത്തതാണ്. ഇത് പഴയ ഇന്ത്യ അല്ല, ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്ന, ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്ന, വികസിത രാജ്യങ്ങളോട് കണ്ണിൽ കണ്ണു നോക്കി തുല്യമായി സംസാരിക്കുന്ന ന്യൂ ഇന്ത്യയാണ്. ഒരു കാലത്ത് വിദേശ നിക്ഷേപങ്ങൾക്കായി ലോകത്തിനു മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തിനു മുന്നിൽ ഉപാധികൾ വയ്ക്കുകയാണ്. എന്റെ രാജ്യത്തെ കർഷകർക്ക് ദോഷമാണെങ്കിൽ ആ കരാർ എനിക്ക് വേണ്ട എന്ന് യൂറോപ്പിനോട് മുഖത്തു നോക്കി പറയാൻ കഴിയുന്ന ആ ആത്മവിശ്വാസമാണ് മോദി ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ കരുത്ത്. ഡിജിറ്റൽ ഇടപാടുകളിൽ ലോകത്തെ ഒന്നാമനാക്കി ബഹിരാകാശത്ത് സ്വന്തം മുദ്ര പതിപ്പിച്ച, ഇപ്പോൾ ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുമായി കച്ചവടം ഉറപ്പിച്ച ഭാരതം കുതിക്കുകയാണ്. ഈ കരാർ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ആത്മസ്വാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ദശാബ്ദങ്ങളോളം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെറും ഒരു ഉപഭോക്താവായി മാത്രം നിന്നിരുന്ന ഭാരതം ഇന്ന് ലോകത്തിന്റെ ഭാഗതയും നിർണയിക്കുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോഴും ഭാരതം മാത്രം എങ്ങനെയാണ് 7% വളർച്ചയോടെ കുതിക്കുന്നത്? അതിനു പിന്നിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ്. യൂറോപ്പിനെ പോലൊരു വമ്പൻ ശക്തിയെ കൊണ്ട് ഇതൊരു ചരിത്ര കരാറാണെന്ന് പറയിപ്പിക്കാൻ സാധിച്ചത് നമ്മുടെ നയതന്ത്രത്തിന്റെ പക്വതയാണ്. പണ്ട് വിദേശ ശക്തികൾ വന്ന് ഭാരതത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതത്തിന്റെ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കാൻ ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മാറ്റിമറിച്ചതിന്റെ ഫലം തന്നെയാണ്. അമേരിക്കയോടും റഷ്യയോടും യൂറോപ്പിനോടും ഒരേ സമയം സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ താല്പര്യങ്ങളിൽ അണുകിട വിട്ടുവീഴ്ച ചെയ്യാത്ത ആ ഇച്ഛാശക്തിയാണ് ഇന്നത്തെ ഇന്ത്യയുടെ നട്ടെല്ല്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ തീർക്കുന്ന വർണ്ണ വിസ്മയങ്ങൾക്കൊപ്പം താഴെ ഭൂമിയിൽ ഈ കരാറിലൂടെ ഭാരതം ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. വസ്ത്രനിർമ്മാണം മുതൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വരെ, കൃഷി മുതൽ കൃത്രിമ ബുദ്ധി വരെ, ഭാരതം തൊടുന്നതെല്ലാം ഇന്ന് സ്വർണമായി മാറുന്നു. നമ്മുടെ യുവാക്കൾക്ക് ലോകം മുഴുവൻ തൊഴിലിടമായി മാറുകയാണ്. നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ലണ്ടനിലെയും പാരീസിലെയും സൂപ്പർ മാർക്കറ്റുകളിൽ അഭിമാനത്തോടെ നിരക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. 2047 ഒരു വികസിത രാഷ്ട്രമായി ഭാരതം മാറുന്നതിന് മുൻപുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം. അന്ന് ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും: ഭാരതം ഉണരുകയല്ലായിരുന്നു, ഭാരതം അതിന്റെ സിംഹാസനം തിരിച്ചു പിടിക്കുകയായിരുന്നു. വരും തലമുറകൾ ഈ കാലഘട്ടത്തെ ഭാരതത്തിന്റെ സുവർണകാലം എന്ന് വിളിക്കും. ആ ചരിത്രയാത്രയിൽ നമുക്കും പങ്കാളികളാകാം. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.